അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. മിർഖാത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് രണ്ടാമത്തെ ഷക്കിലിനെ കുറിച്ചാണ്. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തദ്കിറത്ത് എന്ന രൂപത്തിൽ മുമ്പ് പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യുകയാണ്. ഖിയാസാണല്ലോ നമ്മുടെ സംസാര വിഷയം. രണ്ട് മുഖദ്ദിമയും ഒരു നതീജയും ചേർന്നതാണ് ഖിയാസ്. 4 ഷക്കിലുകളാണ് ഖിയാസിന് കീഴിലുള്ളത്. ഏതാനും ചില ഷർത്തുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഷക്കിലുകൾ ഉണ്ടാവുന്നത്. ഈ ഷർത്തുകളെ തന്നെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ഷക്കിലിനുള്ളിലും ലർബുകളും ഉണ്ടാവുന്നു എന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒന്നാമത്തെ ഷക്കിലിന് 2 ഷർത്തുകളുണ്ട്. ഈജാബ് സുഗ്റ, കുല്ലിയത്തുൽ കുബ്ര. സുഗ്റ അഥവാ ഒന്നാമത്തെ മുഖദ്ദിമ മൂജബയായിരിക്കണം, കുബ്ര അഥവാ രണ്ടാമത്തെ മുഖദ്ദിമ കുല്ലിയയുമായിരിക്കണം എന്നാണ്. ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മാക്സിമം 16 ലർബുകൾ, മൂജബ കുല്ലിയ, മൂജബ ജുസിയ, സാലിബ കുല്ലിയ, സാലിബ ജുസിയ എന്നിവ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് മാക്സിമം 16 ലർബുകളിൽ നിന്ന് 4 ലർബുകൾ ഒന്നാമത്തെ ഷക്കിലിനു കീഴിൽ ഉണ്ടാവുന്നത്. എന്നു പറഞ്ഞതുപോലെ രണ്ടാമത്തെ ഷക്കിലിനുമുണ്ട് 2 ഷർത്തുകളും 4 ലർബുകളും. അവയെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയുഷ്തർതു ഫി ഇൻതാജ് ഷക്കിലി സാനി. രണ്ടാമത്തെ ഷക്കില് നതീജയുണ്ടാക്കാൻ നിർബന്ധമാണ്. അതിന് ശരിയായൊരു നതീജ കിട്ടണമെങ്കിൽ 2 ഷർത്തുകളുണ്ട്. ഒന്ന് ബിഹസബിൽ കൈഫി. ഒന്നാമത്തെ ഷർത്ത് കൈഫ് എന്നുള്ള രൂപത്തിലുള്ള ഷർത്താണ്. കൈഫ് പറഞ്ഞാൽ മൂജബ സാലിബ, അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് മൂജബ സാലിബ, അത് തന്നെയാണ് കൈഫ്. കൈഫ് പറഞ്ഞ രൂപം എന്നാണ്. എങ്ങനെയാണ്, പോസിറ്റീവാണോ നെഗറ്റീവാണോ, അതാണല്ലോ രൂപം. ഇഖ്തിലാഫുൽ മുഖദ്ദിമത്തൈനി, ഈ 2 മുഖദ്ദിമ അഥവാ സുഗ്റയും കുബ്രയും കൈഫ് എന്നുള്ള രൂപത്തിൽ മുഖ്തലിഫായിരിക്കണം, ഡിഫറൻ്റ് ആയിരിക്കണം. അഥവാ ശേഷം പറയുന്നുണ്ട് ഫഇൻകാനത്തി സുഗ്റ, ഒന്നാമത്തെ മുഖദ്ദിമയായ സുഗ്റയാണെങ്കിൽ മൂജബയാണെങ്കിൽ കാനത്തിൽ കുബ്ര സാലിബ, കുബ്ര സാലിബയായിരിക്കണം. വബിൽ അക്സി, അഥവാ സുഗ്റ സാലിബയാണെങ്കിൽ കുബ്ര മൂജബയായിരിക്കണം. ഇങ്ങനെ ഒരു ഇഖ്തിലാഫാണ്. അല്ല രണ്ടും മൂജബ രണ്ടും സാലിബ അങ്ങനെ ഉണ്ടാവരുത്. ഇതാണ് ഒന്നാമത്തെ ഷർത്ത്. രണ്ടാമത്തെ ഷർത്ത് കമ്മ് എന്നുള്ള രൂപത്തിലുള്ള ഷർത്താണ്. കമ്മ് പറഞ്ഞാൽ എന്താ, കുല്ലിയ ജുസിയ, എത്ര, ക്വാണ്ടിറ്റി ആണ്. ക്വാണ്ടിറ്റി അല്ലേ, ഫുള്ളാണോ പാർട്ടാണോ, അതാണല്ലോ ക്വാണ്ടിറ്റി. ഇവിടെ കമ്മ് എന്നുള്ള രൂപത്തിലുള്ള ഷർത്ത് എന്താണെന്ന് ചോദിച്ചാൽ കുല്ലിയത്തുൽ കുബ്ര, കുബ്ര കുല്ലിയായിരിക്കണം. 2 ഷർത്തുകൾ മനസ്സിലായല്ലോ. മുഖദ്ദിമകൾ തമ്മിൽ ഒന്നാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് മുഖദ്ദിമകൾ തമ്മിൽ കൈഫിൽ വ്യത്യസ്തമായിരിക്കണം. ഒന്ന് മൂജബയാണെങ്കിൽ മറ്റേത് സാലിബയായിരിക്കണം. രണ്ടാമത്തെ ഷർത്ത് കുബ്ര അഥവാ രണ്ടാമത്തെ മുഖദ്ദിമ കുല്ലിയായിരിക്കണം. എന്താണ് അങ്ങനെ ഒരു ഷർത്ത് പറയാൻ കാരണം, ഒരാൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയുകയാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും പറയാം. അല്ല യൽസമൽ ഇഖ്തിലാഫുൽ മൂജിബുൽ ആദമിൽ ഇൻതാജ്, നതീജ വെപ്പിക്കാതിരിക്കുക എന്നുള്ളൊരവസ്ഥ മൂലമുണ്ടാകുന്ന ഇഖ്തിലാഫ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഇഖ്തിലാഫ് വേണമല്ലോ അല്ലേ, ഒന്ന് മൂജബി മറ്റേതൊന്ന് സാലിബി ആവണമല്ലോ. അത് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി, ആ ഇഖ്തിലാഫ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലിയാദമിൽ ഇൻതാജ്, നതീജ വെപ്പിക്കാതിരിക്കുക എന്നുള്ളൊരവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ല? ഒന്ന് മൂജബി മറ്റേതൊന്നും സാലിബി ആകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു എന്തുണ്ടാവാൻ സാധ്യത ഉണ്ട്, ഒരു നതീജ വെപ്പിക്കാതിരിക്കുമോ ഇത് എന്നുള്ളൊരു പേടി ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, കുബ്ര കുല്ലിയാക്കി കൊടുത്താൽ മതി. കുബ്ര കുല്ലിയാക്കുമ്പോഴത്തേന് നതീജ വരുമോ, ഉറപ്പാണ് വരും. അതാണല്ലേ നമ്മൾ തെളിയിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി അത് ആവർത്തിക്കണം മനസ്സിലാകാത്തവർക്ക്. ഈ ഇഖ്തിലാഫ് ഒന്ന് മൂജബയും മറ്റേത് സാലിബയും ആവുമ്പോൾ അല്ലേ, ഒന്ന് പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവും ആവുമ്പോൾ നതീജ ഇല്ലാതിരിക്കുമോ എന്ന് പേടി വേണ്ട. കാരണം രണ്ടാമതൊരു ഷർത്തും കൂടിയുണ്ട്, കുബ്ര കുല്ലിയാവാണ് എന്നുള്ള ഷർത്ത്. അപ്പോൾ എല്ലാം പ്രശ്നങ്ങളും തീരും. അഥവാ എന്താണ് ഈ അദമുൽ ഇൻതാജ് എന്ന് പറഞ്ഞാൽ, സിദുക്കുൽ കിയാസിമായ ഈജാബിൻ നതീജ താറത്തൻ സൽബിഹ ഉഖ്റ, കിയാസിൻ്റെ നതീജയായിട്ട് ഒരിക്കൽ മൂജബ് വരിക, പിന്നെ ഒരിക്കൽ സാലിബ് വരിക, ഒരേ സാധനത്തിൻ്റെ സാലിബിയും മൂജബും നതീജയായിട്ട് വരിക എന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൽ NB, ഞാൻ കുറിപ്പിൽ എഴുതിയ പോലെ വളരെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നതീജതു ഹാദ ഷക്ലി ലാ തകൂനു ഇല്ലാ സാലിബ. ഈ ഷക്ലിൻ്റെ നതീജ എപ്പോഴും സാലിബ ആയിരിക്കും. ഒന്നുകിൽ സാലിബ കുല്ലിയ അല്ലെങ്കിൽ സാലിബ ജുസിയ. നമ്മൾ ഒന്നാമത്തെ ഷക്കിൽ പറഞ്ഞിരുന്നു
അതിന് 2 NB പറഞ്ഞിരുന്നു അല്ലേ? ആ കുറിപ്പിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ക്ലാസ്സിൽ. എന്തായിരുന്നു അതിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ, സ്പെസിഫിക് എന്ന് പറഞ്ഞ ഒരു സംഗതി എന്തായിരുന്നു? അതിൽ എല്ലാം ഈ 4 മൂജബ കുല്ലിയും മൂജബ ജുസിയും സാലിബ കുല്ലിയും സാലിബ ജുസിയും നെത്തീജയായിട്ട് വരുന്നുണ്ട് എന്നുള്ള. രണ്ടാമത്തെ പ്രത്യേകത എന്താ? മൂജബ കുല്ലിയ നെത്തീജയായിട്ട് വരുന്ന ഒരേ ഒരു ഷക്കിൽ ഒന്നാമത്തെ ഷക്കിലാണെന്ന് എന്ന് പറഞ്ഞതുപോലെ രണ്ടാമത്തെ ഷക്കിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പെർട്ടിക്കുലാരിറ്റി, ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താ? അതിൽ എൻ്റെ നെത്തീജ സാലിബ മാത്രമായിരിക്കും. എയ്തർ സാലിബ കുല്ലിയ ഓർ സാലിബ ജുസിയ. ളുറൂബുഹുൻ നാത്തിജ അർബ. ഇതിൽ നിന്ന് നെത്തീജയായി വരുന്ന ലർബുകൾ 4 ഒന്ന് കുല്ലി മിൻ കുല്ലിയത്തേന്, 2 കുല്ലിയകളാണ്, 2 കുല്ലിയകളാണ്. വസുഗ്ര മൂജബ, അതിൽ സുഗ്ര മൂജബ കുല്ലിയ, കുബ്ര സാലിബ കുല്ലിയ. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത് കുല്ലു ജാബ വലാശയമിൻ ആബ വലാശയമിൻ ജാ എന്നാണ്. അത് വേണ്ട നമുക്ക്, അങ്ങനെ അതൊരു പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കൊണ്ടുവരുന്നൊരു ഉദാഹരണമാണ്. നമുക്ക് കുറിപ്പിലെഴുതിയ പോലെയുള്ള ഉദാഹരണം തന്നെ പറയാം. ഉദാഹരണം എന്താ? കുല്ലു ഇൻസാനിൻ ഹയവാൻ അല്ലേ, മൂജബ കുല്ലിയ. വലാശയ മിനൽ ഹജരി ബി ഹയവാൻ. രണ്ടാമത്തെ ഷെക്കിലിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ ഹദ്ദൗസത്ത് 2ലും എന്തായിരിക്കും? മഹ്മൂലായിരിക്കും കേട്ടോ. കുല്ലു ഇൻസാനിൻ ഹയവാൻ അവിടെയും മഹ്മൂലാണ്. ലാശയ മിനൽ ഹജരി ബി ഹയവാൻ അവിടെയും മഹ്മൂലാണ്. അപ്പോൾ ഹയവാനും വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇൻസാനും ഹജറുമാണുള്ളത്. നമ്മൾ പറഞ്ഞു മൂജബിയും സാലിബിയും പാടെ കൂടിയാൽ എന്തായിരിക്കും? നെത്തീജ സാലിബായിരിക്കും. കുല്ലിയും കൂടിയാലോ നെത്തീജ കുല്ലിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നെത്തീജ എന്തായാലും സാലിബ കുല്ലിയായിരിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഫലാശയ മിനൽ ഇൻസാനി ബി ഹജരിൻ. മനുഷ്യരാരും കല്ലല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് പറയാം. അതേപോലെ തന്നെ പിന്നെ ഒന്നാമത്തെ ലർബ്, രണ്ടാമത്തെ ഷെക്കിലെ ഒന്നാമത്തെ ലർബും രണ്ടാമത്തെ ലർബും കഴിഞ്ഞാൽ ചെറിയ വിശദീകരണമുണ്ട്. അത് ഈ പാഠഭാഗത്തിൻ്റെ അവസാനം പറയാം. രണ്ടാമത്തെ ഷെക്കിൽ എന്ന് പറഞ്ഞാൽ സാലിബ കുല്ലിയയും മൂജബ കുല്ലിയയും കൂടിയതാണ്. സാലിബ കുല്ലിയ മൂജബ കുല്ലിയ തിരിച്ചിട്ടിട്ട് സുഗ്ര സാലിബ കുല്ലിയും കുബ്ര മൂജബ കുല്ലിയും. നമുക്കറിയാം സാലിബിയും മൂജബിയും പാടെ കൂടിയാൽ നെത്തീജ സാലിബായിരിക്കും, കുല്ലിയും കൂടിയാൽ നെത്തീജ കുല്ലിയായിരിക്കും. അപ്പോൾ അതിൻ്റെ നെത്തീജയും സാലിബ കുല്ലിയ. ലാശയ മിനൽ ഹജരി ബി ഹയവാൻ കുല്ലു ഇൻസാനിൻ ഹയവാൻ. ഹയവാനും വെട്ടിപ്പോവും. പിന്നെ ചെല്ലുന്നത് ലാശയ മിനൽ ഹജരി ബി ഇൻസാൻ. ഓക്കെ, ലാശയ മിനൽ ഹജരി ബി ഇൻസാൻ എന്നാട്ടോ അവിടെ വേണ്ട. ലാശയ മിനൽ ഇൻസാൻ ബി ഹജരി എന്നല്ല, ലാശയ മിനൽ ഹജരി ബി ഇൻസാൻ കേട്ടോ. അവിടെ സാലിബ കുല്ലിയ എന്ന് പറഞ്ഞിട്ട് നെത്തീജ എഴുതി കൊടുത്തൊരു തെറ്റുണ്ട്, ശ്രദ്ധിക്കണം. അടുത്തത് മൂജബ ജുസ്ഇയ സാലിബ കുല്ലിയ. സുഗ്ര മൂജബ ജുസ്ഇയ കുബ്ര സാലിബ കുല്ലിയ. ഒന്ന് പറഞ്ഞു നോക്കൂ. മൂജബിയും സാലിബിയും കൂടിയ നെത്തീജ സാലിബ, കുല്ലിയും ജുസിയും കൂടിയ നെത്തീജ ജുസ്ഇയ. അപ്പോൾ സാലിബ ജുസ്ഇയ ആയിരിക്കും നെത്തീജ. ബഅദുൽ ഹയവാനി ഇൻസാനുൻ. ചില ജീവികൾ മനുഷ്യരാണ്. വലാശയ മിനൽ ഫറസി ബി ഇൻസാൻ. കുതിരകളാരും മനുഷ്യരല്ല. ഇൻസാനും വെട്ടിപ്പോയാൽ പിന്നെ ഹയവാനും ഉണ്ട്, ലാശയും ഉണ്ട്, ഫറസും ഉണ്ട്. അപ്പം നമുക്ക് സാലിബ ജുസ്ഇയ ആക്കണമെങ്കിൽ എളുപ്പമാണ്. എന്താണ്? ലൈസ ബഅദുൽ ഹയവാനി ബി ഫറസിൻ. ചില ജീവികൾ കുതിരകളല്ല. ഓക്കെ, അതേപോലെ നാലാമത്തെ സാലിബ ജുസ്ഇയ മൂജബ കുല്ലിയ. ഓക്കെ, സാലിബ ജുസിയ അറിയാം. സാലിബയും മൂജബയും കൂടിയാൽ നെത്തീജ സാലിബ, കുല്ലിയയും ജുസിയയും കൂടിയാൽ നെത്തീജ ജുസിയ. അപ്പോൾ ലൈസ ബഅദുൽ ഹയവാനി ബി ഇൻസാനിൻ വ കുല്ലു നാത്തിക്കിൻ ഇൻസാൻ. ഇൻസാനും വെട്ടിപ്പോകും. അവിടെ ബാക്കിയുള്ളത് ഹയവാനും നാത്തിക്കുമാണ്. ലൈസ ബഅദും ഉണ്ട്, കുല്ലും ഉണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? സാലിബ ജുസിയ ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് പറയും? ലൈസ ബഅദുൽ ഹയവാനി ബി നാത്തിക്കിൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഇത് പെട്ടെന്ന് പറയുകയാണ്, സംഗതി ബോധ്യപ്പെട്ട് കാണും. നമ്മളതിങ്ങനെ ഒരു കണക്ക് പോലെ മനസ്സിലാക്കണ്ട, വെറുതെ കാണാതെ പഠിക്കരുത് ഇതൊരിക്കലും, വളരെ വ്യക്തമായിട്ട്. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ തെറ്റാണെന്ന് പറയാൻ കാരണം എന്താ? ലാശയ മിനൽ ഹജരി ബി ഇൻസാനിൻ എന്ന് തന്നെ പറയാൻ കാരണം എന്താ? ഹജർ അവിടെ എന്താണ്? അസ്ഗറാണ്. അസ്ഗർ ഉള്ളതിനെ നമുക്ക് സുഗ്ര എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അല്ലേ? നെത്തീജയിലെ മൗലു ആണ് അസ്ഗർ. അപ്പോൾ ലാശയ മിനൽ രണ്ടാമത്തെ ലർബിലെ നെത്തീജ ലാശയ മിനൽ ഇൻസാനി ബി ഹജരിൻ എന്ന് പറഞ്ഞാൽ തെറ്റും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ മുക്കദ്ദിമ രണ്ടാമത്തെ മുക്കദ്ദിമയൊക്കെ തെറ്റായിട്ട് പോകും. അപ്പോൾ മനസ്സിലാക്കുക, അവിടെ നെത്തീജ ലാശയ മിനൽ ഹജരി ബി ഇൻസാനിൻ എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഒരു കൃത്യമായ കണക്ക് എന്നുള്ള രൂപത്തിൽ തന്നെ ഇത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണല്ലോ, ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോകാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ലർബ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? കുല്ലു ജാബ അതുകൊണ്ട് ഒഴിവാക്കിയാൽ മതി, നിങ്ങളിത് പഠിച്ചാൽ മതി. വദ്ദലീലു അല ഹാദൽ ഇൻതാജ്. എന്തിനാണ് ഇങ്ങനെ തന്നെ നെത്തീജ വരേണ്ടത്?
അഥവാ മൂജബ കുല്ലിയയും സാലിബ കുല്ലിയയും ചേരുമ്പോൾ സാലിബ കുല്ലിയ തന്നെ നതീജ വരേണ്ടത് എന്തുകൊണ്ട്? ദലീലു അല ഹാദൽ ഇൻതാജ് അക്സുൽ കുബ്ര, കുബ്രയുടെ അക്സാണ്. കുബ്ര ഒന്ന് അക്സാക്കി നോക്കി നിങ്ങൾ. ഫൈനക അകസ്തൽ കുബ്ര, നിങ്ങൾ ഈ കുബ്രയെ ഒന്ന് അക്സാക്കി കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറഞ്ഞു, കുല്ലു ഇൻസാനിൻ ഹയവാൻ ലാ ഷെയ് അമിനൽ ഹജരി ബി ഹയവാൻ എന്നുള്ളിടത്ത് ലാ ഷെയ് അമിനൽ ഹയവാനി ബി ഹജരിൻ എന്നാക്കി കൊടുക്കുക. അതാണല്ലോ അക്സ്. മൗലൂ മഹ്മൂല് അങ്ങോട്ടിട്ട് കൊടുക്കുക. ലാ ഷെയ് അമിനൽ ഹജരി ബി ഹയവാൻ എന്നുള്ളിടത്ത് ലാ ഷെയ് അമിനൽ ഹയവാനി ബി ഹജരിൻ എന്നാക്കി കൊടുത്താൽ എന്തായി? എന്നിട്ട് അതിനെ വബിൻലിമാമിഹയിലെ സുഹറ, അതിനെ സുഹറയിലേക്കൊന്ന് ചേർത്ത് നോക്കിയാൽ ഇൻതലമ ഷക്കിലുൽ അവലു, അപ്പോൾ ഒന്നാമത്തെ ഷക്കിലുണ്ടാവും. വൈൻതുജു നതീജത്തുൽ മത്ലൂബ, അപ്പോൾ ഒന്നാമത്തെ ഷക്കിലിൻ്റെ നതീജയാണ് ഉണ്ടാവുക. മനസ്സിലായി കാണൂല, എനിക്കറിയാം. നോക്കൂ, ഇതാണ് നമ്മുടെ ഉദാഹരണം. കുല്ലു ഇൻസാൻ ഹയവാൻ ലാ ഷെയ് മിനൽ ഹജരി ബി ഹയവാൻ. ഹയവാനും വെട്ടിപ്പോയാൽ നമുക്ക് കിട്ടുന്നത് ലാ ഷെയ് മിനൽ ഇൻസാനി ബി ഹജരിൻ എന്നാണ്. ഇങ്ങനെ തന്നെ വരണം. ഒന്നാമത്തെ ലർബ് ഇങ്ങനെ വരണം, അതിൻ്റെ നതീജ ഇങ്ങനെ തന്നെ വരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ അല്ല വരുന്നതെങ്കിൽ പിന്നെ വരാൻ പറ്റുന്ന രൂപം കുല്ലു ഇൻസാനിൻ ഹയവാന് ലാ ഷെയ് മിനൽ ഹജരി ബി ഹയവാൻ എന്നുള്ളടത്ത് ലാ ഷെയ് മിനൽ ഹയവാനി ബി ഹജരിൻ എന്നാണ്. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ മുഖദ്ദിമയിൽ ഹയവാന് മഹ്മൂലാണ്, രണ്ടാമത്തെ മുഖദ്ദിമയിൽ ഹയവാന് മൗലു ആണ്, അല്ലേ? ഹദ്ദുൽ ഔസത്ത് ഒന്നാമത്തെ മുഖദ്ദിമയിൽ മഹ്മൂലും രണ്ടാമത്തെ മുഖദ്ദിമയിൽ മൗലുവുമായിട്ട് വരുന്നത് ആരുടെ ശൈലിയാണ്? ഷക്കിൽ അവലിൻ്റെ രൂപമാണ്, അല്ലേ? ആണ്. അതിൻ്റെ നതീജ എന്തായിരിക്കും വരിക? ഇവിടെ ഹയവാനും വെട്ടിപ്പോവും. എന്നിട്ട് കുല്ലു ഇൻസാനിൻ ലാ ഷെയ് മിനൽ ഇൻസാനി ബി ഹജരിൻ എന്നാണ് വരിക, അല്ലേ? ഇത് എവിടെ വരുന്ന രൂപമാണിത്? ഇത് ഒന്നാമത്തെ ഷക്കിലിൽ രണ്ടാമത്തെ ലർബിൻ്റെ രൂപമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ശരിയല്ല എന്ന് പറയുന്നത്. ഓക്കെ, നോക്കി നവല്ലർബുസാനി മുഅല്ലഫു മിൻ മൂജബ കുല്ലിയ സാലിബ കുല്ലിയ. അതിൻ്റെ കുല്ലു ഇൻസാൻ ഹയവാൻ ലാ ഷെയ് മിനൽ ഹയവാനി ബി ഹജരിൻ. ഈ ഉദാഹരണം എവിടെ വരിക, അല്ലേ? ഈ ഉദാഹരണം ഒന്നാമത്തെ ഷക്കിലിൽ രണ്ടാമത്തെ ലർബിൻ്റെ ഉദാഹരണമാണ്. അപ്പം നമ്മൾ പറയാണ് എങ്ങനെ തന്നെയാണ് വരേണ്ടത്, ഇങ്ങനെ തന്നെ ഈ രൂപത്തിൽ തന്നെയാണ് വരേണ്ടത്. അല്ലാത്ത പക്ഷം അത് നതീജയായിട്ട് ആരുടെ നതീജയായിട്ടാണ് വരിക? ഒന്നാമത്തെ ഷക്കിലിൻ്റെ നതീജയായിട്ടാണ് വരിക. ഒരു കാര്യം പറഞ്ഞതാണ്. നിങ്ങൾ ഏറ്റവും പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒന്നാമത്തെ ലർബ് വരിക, രണ്ടാമത്തെ ഷക്കിലിൽ ഒന്നാമത്തെ ലർബ് എങ്ങനെയാണ് വരിക എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ അഥവാ ചോദിച്ചാൽ മാത്രം ഇതിൻ്റെ നതീജ എങ്ങനെയാണ്, എൻ്റെ ദലീൽ ചോദിച്ചാൽ മാത്രം പറയുക. രണ്ടാമത്തെ ഷക്കിലേക്ക് കിടക്കുക. മൂജബ കുല്ലിയ കുബ്ര, സാലിബ കുല്ലിയ സുഗറ. ഓക്കെ, നേരെ തിരിച്ചിടുക. കുബ്ര മൂജബ കുല്ലിയാവുക, സുഗറ സാലിബ കുല്ലിയയും ആവുക. ഓക്കെ, ദലീലു അലൽ ഇൻതാജ്. ആ ദലീലുൽ ഇൻതാജ് നമ്മൾ പറയുന്നില്ല, അതിങ്ങനെ വിശദീകരിച്ച് നിങ്ങൾ ഒന്നുകൂടി കൺഫ്യൂഷൻ ആക്കിയേ ചെയ്യുള്ളൂ. പിന്നെ വല്ലർബ് സാലിസും വല്ലർബ് റാബിയും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, വേണമെങ്കിൽ പറയട്ടോ ആ ദലീലു അലൽ ഇൻതാജ്. കണ്ടോ, ഇത് നേരെ തിരിച്ചിടൽ തന്നെയല്ലല്ലോ പണി. അക്സു സുഹറനെ തിരിച്ചിടുക, ജാലുഹ കുബ്ര, സുഹറനെയും കുബ്രനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ ഇതുപോലെ തന്നെ ആയി. ഈ ഷക്കിലിലെ തന്നെ ഒന്നാമത്തെ ലർബ് പോലെ ആയി മാറി. കാരണം അതല്ലേ നടന്നത്, അല്ലേ? നമ്മൾ ഒന്നാമത്തെ ലർബ് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? നമ്മൾ ഒന്നാമത്തെ ലർബ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് സുഹറ മൂജബ കുല്ലിയയും കുബ്ര സാലിബ കുല്ലിയാവുക എന്നാണ്. അത് നേരെ തിരിച്ചിട്ടതാണ്. കുബ്ര മൂജബ കുല്ലിയാവുക, സുഹറ സാലിബ കുല്ലിയാവുക. ഇതങ്ങോട്ട് തിരിച്ചിട്ടാൽ പിന്നെ അവിടെ ഒന്നാമത്തെ ഷക്കിലുണ്ടായിരുന്ന ഒന്നാമത്തെ ലർബിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ രണ്ടാമത്തെ ലർബിലും ഉണ്ടാവും. അപ്പോൾ ദലീലുൽ ഇൻതാജ് കൂടുതൽ പ്രാധാന്യം ഫോക്കസ് കൊടുക്കേണ്ട അങ്ങനത്തെ വിഷയം ഉണ്ട് എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ കാര്യമായ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ഷക്കിലിലെ ലർബുകൾ എങ്ങനെയായിരിക്കും, അതിൻ്റെ ഷർത്തുകൾ ഒന്നുകൂടി പറയാണ്. ഇഖ്തിലാഫിൽ മുഖദ്ദിമത്തൈനി ബി ഹസബിൽ കൈഫ് എന്നുള്ള രൂപത്തിൽ രണ്ടും വ്യത്യസ്തമായിരിക്കണം. ഒന്ന് മൂജബയാണെങ്കിൽ മറ്റേത് സാലിബയായിരിക്കണം. രണ്ടാമത്തേത് കുല്ലിയത്തുൽ കുബ്ര എന്നുള്ള രൂപത്തിലാണ്. ഇനി അതിൻ്റെ ഭാഗമായി വരുന്ന ലർബുകൾ 4 എണ്ണമാണ്. ഓക്കെ, ആ 4 എണ്ണമാണ് അതിൻ്റെ ഉദാഹരണ സഹിതം നമ്മൾ കുറിപ്പിലും പാഠഭാഗത്തും പറഞ്ഞു കഴിഞ്ഞത്. കുല്ലു ജാബ എന്ന തരത്തിലുള്ള ഉദാഹരണങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ പഠിക്കേണ്ടത് ആ കുറിപ്പിൽ എഴുതി തന്ന ഉദാഹരണങ്ങളാണ്. ഇൻഷാ അല്ലാഹ് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.